മലപ്പുറം ലോക്സഭാ മണ്ഡലം ലീഗിന്റെ ശക്തി ദുർഗമാണ്. അവിടെ PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും മത്സരിക്കുമെന്ന് തന്നെയാണ് സൂചന. അതേസമയം പൊന്നാനിയെ ലീഗ് സുരക്ഷിത മണ്ഡലമായി കാണുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF ആണ് വിജയം നേടിയത്. പൊന്നാനിയിൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും തവന്നൂരിൽ KT ജലീലും താനൂരിൽ V അബ്ദുറഹ്മാനുമാണ് വിജയം കണ്ടത്. പൊന്നാനിയിൽ കടുത്ത മത്സരമുയർത്താൻ മന്ത്രി KT ജലീലിന് കഴിയുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ജലീലും സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ടാണെന്ന് KT ജലീൽ പരസ്യ പ്രസ്താവന ഇറക്കിയിരുന്നു. KT ജലീൽ എന്നും ഒരു വിവാദ നായകനാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു എത്തിക്സും ഇല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ് KT ജലീൽ എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കണ്ടാൽ അറിയാൻ സാധിക്കും. ബന്ധു നിയമനത്തിൽപ്പെട്ട് അദ്ദേഹം വളരെ കൃത്യമായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ച ഒരാളാണ്. സത്യപ്രതിജ്ഞാ ലംഘനം നടന്നു എന്ന് പൊതുസമൂഹം വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ KT ജലീൽ ഇന്ന് LDFന് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. കോട്ടയ്ക്കൽ, തിരൂർ, തിരൂരങ്ങാടി, തൃത്താല എന്നിവയാണ് പൊന്നാനിയിൽ ഉൾപ്പെടുന്ന മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 3ലും UDF വിജയിച്ചിരുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലെത്തിയ കുഞ്ഞാലിക്കുട്ടി വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ രാജസ്ഥാൻ, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ തലത്തിൽ നൽകുന്ന പ്രതീക്ഷ കാരണം കുഞ്ഞാലിക്കുട്ടി മത്സരരംഗത്തുണ്ടാകുമെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ ജലീലിനെ പരിഗണിച്ചില്ലെങ്കിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് LDFന്റെ ആലോചന. എബ്രഹാം മാത്യു, 24. This is 24.